പ്രിയപ്പെട്ട കുട്ടികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് വിശേഷം? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിക്കാഹ് എന്ന പാഠം തുടങ്ങി വെച്ചു. അതിൽ പെണ്ണ് കാണൽ എന്ന പാഠം നമ്മൾ എടുക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ആ പാഠത്തിലെ തന്നെ അടുത്ത സബ് ഹെഡിങ് ആയ മഹർ. എല്ലാവർക്കും അറിയാം എന്താണ് മഹർ എന്ന്. വിവാഹബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വരൻ വധുവിന് നൽകുന്ന സമ്പത്തിനാണ് മഹർ എന്ന് പറയുന്നത്. വിവാഹം ശരിയാവണമെങ്കിൽ, അതായത് സാധുവാകണമെങ്കിൽ ഈ ഉപാധി നിർബന്ധമാണ്. ഇതിന് കണക്ക് പറഞ്ഞിട്ടില്ല. മഹർ കൂടിയതോ കുറഞ്ഞതോ പറഞ്ഞിട്ടില്ല. അവരവരുടെ കഴിവും കുടുംബ സമ്പ്രദായവും അനുസരിച്ചാണ് മഹറിൻ്റെ മൂല്യം നിശ്ചയിക്കേണ്ടത്. ഇത് വധുവിൻ്റെ പൂർണ്ണ തൃപ്തിയോട് കൂടിയായിരിക്കണം. ആമിർ ഇബ്നു റബീയിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ് ഇവിടെ ഉണ്ട്. ഫിസാറ കുടുംബത്തിലെ ഒരു സ്ത്രീ ഒരു ജോഡി ചെരുപ്പ് വിവാഹമൂല്യം നിശ്ചയിച്ചുകൊണ്ട് വിവാഹം ചെയ്തു കൊടുക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളോട് ചോദിച്ചു, 2 ചെരുപ്പുകൾക്ക് പകരം നിന്നെയും നിന്റെ ധനത്തെയും നീ തൃപ്തിപ്പെട്ടുവോ? അവൾ പറഞ്ഞു, അതെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുവദിച്ചു കൊടുത്തു. ഇനി വിവാഹ ഉടമ്പടി, അതായത് വിവാഹത്തിൽ ഏർപ്പെടാൻ നിശ്ചയിച്ച വധുവിൻ്റെ രക്ഷാധികാരിയും വരനും തമ്മിൽ 2 സാക്ഷികൾ മുഖേന വിവാഹ കരാർ ഉണ്ടാക്കുന്ന കർമ്മത്തിനാണ് നിക്കാഹ് എന്ന് പറയുന്നത്. ഇരു വിഭാഗങ്ങളുടെയും സംതൃപ്തിയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഇതിന് ചില അടയാളവാക്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഈ അടയാളവാക്യങ്ങൾക്കാണ് ഈജാബും കബൂലും എന്ന് പറയുന്നത്. സ്ത്രീയുടെ പക്ഷത്ത് നിന്ന് രക്ഷാകർത്താവ് ഇന്നയാളെ അല്ലെങ്കിൽ ഇന്നവളെ, അത് പേര് പറയും അവിടെ. കാരണം ചിലപ്പോൾ ടെൻസൊക്കെ ആണെങ്കിൽ പിതാവ് പേര് പറഞ്ഞിരിക്കണം, അല്ലെങ്കിലും പേര് പറയണം. മൂത്താളെ ചെറിയ ആൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പേര് പറയണം. ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തരുന്നു. ഇതിനാണ് ഈജാബ് എന്ന് പറയുന്നത്. ഇതിന് ഏതെങ്കിലും ഒരു വാക്ക്, അതായത് സവ്വജത്തുക്ക അല്ലെങ്കിൽ അൻകഹത്തുക്ക, ഇതിലേതെങ്കിലും ഒരു വാക്ക്. സവ്വജത്തുക്ക എന്ന് പറഞ്ഞാൽ നിനക്ക് ഞാൻ ഇണയാക്കി തന്നു എന്നാണ് പിതാവ് പറയുന്നത്, അല്ലെങ്കിൽ വലിയ പറയുന്നത്. അല്ലെങ്കിൽ അടുത്ത വാക്ക് ഏതാണ് ഉപയോഗിക്കുക? അൻകഹ്തുക്ക, നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു. ഇതിലേതെങ്കിലും ഒരു വാക്ക് ഉപയോഗിക്കണം ഈജാബിനായിട്ട്. ഇവിടെ യാതൊരു ഇരു കൂട്ടരുടെയും വാക്കുകളിൽ യാതൊരു സംശയവും ഉണ്ടാവരുത്, വ്യക്തമായ വാക്കുകളായിരിക്കണം എന്നാണ്. അപ്പോൾ വിവാഹം കഴിക്കുന്ന പുരുഷൻ അതിൽ സംതൃപ്തിയും യോജിപ്പും ഉണ്ടെന്ന് പ്രഖ്യാപിക്കണം. ഇതിനാണ് ഖബൂൽ എന്ന് പറയുന്നത്. അതിനുപയോഗിക്കുന്ന വാക്കാണ് കബിൽത്തു. അതായത് ഞാൻ സ്വീകരിച്ചു. ഇതോടുകൂടി ഉടമ്പടി പൂർത്തിയാകുന്നതാണ്. ഇനി ഇരു കക്ഷികളിൽ, അതായത് വധുവിൻ്റെ വലിയും ഭർത്താവും അല്ലെങ്കിൽ വരനും, ഇതിൽ രണ്ടിൽ ഒരാൾ ഇല്ലെങ്കിൽ, സ്ഥലത്തില്ലെങ്കിൽ, അയാൾ നിശ്ചയിച്ച പ്രതിനിധികൾക്ക് ഇത് നിർവഹിക്കാവുന്നതാണ്. വരനില്ലെങ്കിലും പറ്റും. വരനില്ലെങ്കിലും നിശ്ചയിച്ച ഒരാൾക്ക് ഇത് നിർവഹിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇസ്ലാമിക നിയമപ്രകാരം വിവാഹ ഉടമ്പടി അംഗീകരിക്കപ്പെടാൻ താഴെ ചേർത്ത അംഗീകരിക്കപ്പെടാൻ ചില നിബന്ധനകൾ പൂർത്തിയായിരിക്കണം. എന്തൊക്കെയാണത്? വിവാഹിതയാകുന്ന സ്ത്രീ വിവാഹം ചെയ്യുന്ന പുരുഷന് അനുവദനീയമാവുക. അതായത് വിവാഹം നിഷിദ്ധമാക്കപ്പെട്ട സ്ത്രീകളിൽ മുഹറമാത്തുകളിൽ പെടാതിരിക്കുക എന്നാണ്. എന്താണ് ഈ മുഹറമാത്ത് എന്ന് പറഞ്ഞാൽ? ഉമ്മ, പെങ്ങന്മാർ, അമ്മായിമാർ, ഉമ്മാൻ്റെ അനിയത്തിമാർ, അങ്ങനെയുള്ള രക്തബന്ധമുള്ളവരെയാണ് മുഹറമാത്ത് എന്ന് പറയുന്നത്. നമ്മളത് പിന്നീട് പഠിക്കും. ആരൊക്കെയാണ് മുഹറമാത്തിൽ പെടുക എന്നുള്ളത് നമ്മൾ പിന്നീട് പഠിക്കും.
ഇനി രണ്ടാമത്തെ നിബന്ധന വിവാഹ കർമ്മത്തിന് സാക്ഷി നിർത്തുക. വിവാഹം സാക്ഷി കൂടാതെ പൂർത്തിയാവുകയില്ല. അത് എങ്ങനെ വിവാഹം കഴിക്കുകയാണെങ്കിലും മറ്റു മാർഗങ്ങളിലൂടെ പരസ്യപ്പെടുത്തിയാലും സാക്ഷി ഉണ്ടായിരിക്കണം. മറ്റു മാർഗം ഇന്ന് ഒരുപാട് മാർഗങ്ങളാണ് അല്ലേ, സോഷ്യൽ മീഡിയകളൊക്കെ ഉൾപ്പെടെ ഒരുപാട് മാർഗങ്ങളാണ് ഇന്നുള്ളത്. പക്ഷേ അവിടെയും സാക്ഷി ഉണ്ടായിരിക്കണം. സാക്ഷി ഉണ്ടെങ്കിലേ വിവാഹം സാധുവാകുകയുള്ളൂ. ഇനി ഭീഷണിക്കും സമ്മർദ്ദത്തിനും കൊണ്ടാവരുത്. അത് ഇരു കൂട്ടരുടെയും ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു, വിവാഹത്തിൽ ഏർപ്പെടുന്നവരുടെ തൃപ്തിയിലും സന്തോഷത്തിൽ അല്ലെങ്കിൽ സ്വമേധയ സ്വന്തം ഇഷ്ടപ്രകാരവും ആയിരിക്കണം. ഉടമ്പടിയിൽ വധു ആരാണെന്ന് പേര് പറഞ്ഞ് വ്യക്തമാക്കിയിരിക്കണം. അതാണ് അടുത്ത നിബന്ധന, പേര് പറയണം. ഇഹ്റാമിൽ അല്ലാതിരിക്കുക. അത് നമ്മൾ ഹജ്ജ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. ഇഹ്റാമിൽ ഉള്ളവർ വിവാഹം ചെയ്യുന്നതും ചെയ്തു കൊടുക്കുന്നതൊക്കെ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അല്ലേ. ഇനി വലിയ വിവാഹം ചെയ്തു കൊടുക്കുക. വലിയ സ്ത്രീയുടെ വലിയ വിവാഹം ചെയ്തു കൊടുക്കുക. വലിയ എന്ന് പറയുന്നത് പിതാവാകാം, സഹോദരന്മാരാവാം. ഇനി ഇവരാരും വലിയായിട്ട് ഇല്ലെങ്കിൽ സ്ത്രീക്ക് കാളിയെ കണ്ട് ചുമതലപ്പെടുത്താം. തന്നെ വിവാഹം ചെയ്തു കൊടുക്കാൻ കാളിയെ ചുമതലപ്പെടുത്താവുന്നതാണ്. നിക്കാഹിന് മുമ്പ് വലിയോ മറ്റ് വിവാഹ കരാർ പരസ്യപ്പെടുത്തിക്കൊണ്ട് നിക്കാഹിന് മുമ്പ് ഒരു ഖുതുബ നിർവഹിക്കുന്നത് സുന്നത്തും ആണ്. അതുപോലെ ദമ്പതികൾ ഇരുവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതും സുന്നത്താണ്. എന്താണ് ആ പ്രാർത്ഥന? ബാറക്കല്ലാഹു ലക വ ബാറക അലൈക വ ജമാ ബൈനകുമാ ഫിൽ ഖൈർ. ബാറക്കല്ലാഹു ലക വ ബാറക അലൈക വ ജമാ ബൈനകുമാ ഫിൽ ഖൈർ. ഇത് കാണാതെ പഠിക്കുക കേട്ടോ. ഇത് കാണാതെ പഠിക്കുക, പരീക്ഷയ്ക്ക് വരാവുന്നതാണ്. അള്ളാഹു നിന്നിൽ അനുഗ്രഹം ചൊരിയട്ടെ, അവൻ നിങ്ങളിരുവരെയും നന്മയിൽ ഒന്നിപ്പിക്കുകയും ചെയ്യട്ടെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വിവാഹ സദ്യയെക്കുറിച്ചാണ്. വിവാഹ സദ്യ പ്രബലമായ സുന്നത്താണ്. ഒരാട് കൊണ്ടെങ്കിലും താങ്കൾ സദ്യ നടത്തുക എന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഫാത്തിമയെ അലി റളിയല്ലാഹു അൻഹക്ക് കല്യാണ നിശ്ചയം ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിവാഹത്തിന് ഒരു സദ്യ കൂടിയേ കഴിയൂ. ആരാണ് ഇനി വിവാഹ സദ്യ ഒരുക്കേണ്ടത്? വരനാണ് വിവാഹ സദ്യ ഒരുക്കേണ്ടത്. അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കുക കേട്ടോ. വരനാണ് വിവാഹ സദ്യ ഒരുക്കേണ്ടത്. വധൂഗ്രഹത്തിൽ അത് സുന്നത്ത് പോലുമില്ല. ആർക്കൊക്കെയാണ്? സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, വധുവിൻ്റെ ബന്ധുക്കൾക്ക് കൂടി ആരൊരുക്കണം? വരൻ വിവാഹ സദ്യ ഒരുക്കണം. ഇനി കല്യാണ സദ്യക്ക് ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമാണ്. കാരണം ക്ഷണിച്ചവനോടുള്ള ഒരു പരിഗണനയാണ് അത്. അതുപോലെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. ക്ഷണം സ്വീകരിക്കുക മുഖേന ക്ഷണിക്കപ്പെട്ട ആൾക്ക് സന്തോഷമായിരിക്കും അല്ലേ, സൗഹൃദവും അതുപോലെ നല്ല സന്തോഷവും ഉണ്ടാക്കും. ഇനി ചില സദ്യകളിൽ പാവങ്ങളെ ഒഴിവാക്കി പണക്കാരെ മാത്രം ക്ഷണിക്കുന്നതുണ്ട്. അത് പാടില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഏറ്റവും ദുഷിച്ച സദ്യ അത് ആവശ്യമുള്ളവർക്ക് വിലക്കപ്പെടുന്നതും അതിന് വിസമ്മതിക്കുന്നവർ ക്ഷണിക്കപ്പെടുകയും ചെയ്ത സദ്യയത്രേ. സദ്യക്ക് ക്ഷണം സ്വീകരിക്കാത്തവർ അള്ളാഹുവോടും അവൻ്റെ ദൂതനോടും എതിര് പ്രവർത്തിച്ചവരത്രേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും മറ്റൊരു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ്? ഭക്ഷണങ്ങളിൽ ദുഷിച്ച ഭക്ഷണം സമ്പന്നന്മാർ ക്ഷണിക്കപ്പെടുകയും സാധുക്കൾ നിഷേധിക്കപ്പെടുകയും ചെയ്ത സദ്യയിലെ ഭക്ഷണമാണ്. അപ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. എന്താണ്? സമ്പന്നന്മാരെ മാത്രം ക്ഷണിച്ച് സാധുക്കളെ ഉപേക്ഷിക്കുന്ന സദ്യയിൽ നമ്മൾ പോയി ഭക്ഷണം കഴിക്കണ്ട. എൻ്റെ കുട്ടികൾ അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമ്മളതിൽ ഭാഗഭാക്കാക്കരുത്. എല്ലാവരെയും തുല്യമായി ക്ഷണിക്കുന്ന സദ്യയിൽ മാത്രം നമ്മൾ പോയാൽ മതി. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ഇതുവരെയാണ് ക്ലാസ് എടുക്കുന്നത്. ടീച്ചർ കുറച്ച് ക്വസ്റ്റ്യൻസ് അയച്ചു തരാം. ടീച്ചർക്ക് അതിൻ്റെ ആൻസർ നിങ്ങൾ അയച്ചു തരണം. ഓക്കെ.